ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ റെഡ് ഫോർട്ട് കണ്ടു കഴിഞ്ഞാണ്ട് അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ജമാ മസ്ജിദിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് അങ്ങോട്ട് ജമാ മസ്ജിദിലേക്ക്. ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. നമ്മള് ഷൂ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഊതിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കണേ. അത് തന്നെ കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു പള്ളിയാണ് ജമാ മസ്ജിദ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ജമാ മസ്ജിദ്. നിങ്ങൾ തീർച്ചയായിട്ടും റെഡ് ഫോർട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദും കൂടി ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. കഴിഞ്ഞവും നിങ്ങൾ ജമാ മസ്ജിദ് ഉച്ചക്ക് കവർ ചെയ്തെടുക്കുക. കാരണം ഇവിടെ ചെരുപ്പ് ഒന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റൂല, ഷൂ ഒന്നും. ഇപ്പം നമ്മൾ ചെരുപ്പും ഷൂ ഒക്കെ അഴിച്ചു വെച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ നമ്മൾ ഇതിലങ്ങനെ നടക്കുമ്പോൾ നമ്മളെ കാല് നല്ലോണം പൊള്ളും ഉച്ചൻ്റെ സമയമൊക്കെ ആണെങ്കിൽ. നിങ്ങളതൊക്കെ ഒന്ന് കരുതുക. ജമാ മസ്ജിദിലേക്ക് എൻ്റർ ചെയ്യാൻ കുറേ ഗേറ്റുകളുണ്ട്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത 3ാമത്തെ ഗേറ്റാണ്. ഇവിടെ 2 കാണുന്നുണ്ട്, അവിടെ 1 കാണുന്നുണ്ട്. ഇവിടെ ഒളിവൊക്കെ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്, നിസ്കരിച്ചിൻ്റെ വിളിക്ക് നിസ്കരിക്കാനൊക്കെ അല്ലേ. പള്ളി നിസ്കരിക്കാനൊക്കെ അല്ലേ. അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളെ ജമാ മസ്ജിദ് കണ്ടുകൊണ്ട് അടുത്ത നമ്മൾ വന്ന ലോട്ടസ് ടെമ്പിൾ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണിക്കും. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഈ ലോട്ടസ് ടെമ്പിൾ നല്ല ഗാർഡനും ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിളിലൊക്കെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഒന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ചുറ്റിനും ഗാർഡനാണ്.
നമ്മളെ ചെരുപ്പ് ഷൂ ഒക്കെ ഊരണം. നമ്മളെ ജമാ മസ്ജിദ് മാതിരി തന്നെയാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യണമെങ്കിൽ ലോട്ടസ് ടെമ്പിൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലോട്ടസ് ടെമ്പിളിലോട്ട് എൻട്രി ചെയ്യാൻ അങ്ങനെ ചെരുപ്പൊക്കെ ഊരി കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും ഇതിൻ്റെ ഭംഗി ലോട്ടസ് ടെമ്പിളിൻ്റെ. ഇതിൻ്റെ അടിയിൽ ചെറിയ പൂളൊക്കെ ഉണ്ട് ചെറിയ രീതിക്ക്. എന്നാലും അതിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല. ഫ്രണ്ട്സ്, ഇവിടെ തിരക്കുകൊണ്ട് ഇവിടെ ക്യൂ ആണ്. അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ 3 ലൈനുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കുക. മിനിമം ഒരു 4 മണിക്കെങ്കിലും എത്താൻ ശ്രമിക്കുക. ആ സമയത്ത് നമുക്ക് ഫുള്ള് ശരിക്കും കാണാം. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനും ഇവിടെ ക്ലോസും ചെയ്യും. നിങ്ങൾ കഴിയുന്ന നേരത്തെ എത്താൻ ശ്രമിക്കുക. ഒരു 4 മണിൻ്റെ ഉള്ളിലായിട്ട് വൈകുന്നേരം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതിൻ്റെ ലാസ്റ്റ് അതിനുള്ളിൽ കയറ്റി തിരക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിക്കാം. നല്ല ക്യൂ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മളതിൻ്റെ അകത്തേക്ക് പോയപ്പോൾ അതിൻ്റെ അകത്തേക്ക് ക്യാമറ ഒന്നും അലോഡില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് കാണാൻ. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലോട്ടസ് ടെമ്പിൾ എന്തായാലും കവർ ചെയ്യണം. അത്രയ്ക്ക് അടിപൊളിയാണ് കാണാൻ. നിങ്ങൾ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ കഴിഞ്ഞു. ഇവിടെ പിന്നെ കുറേ പാർക്കുകളൊക്കെ ഉണ്ട് കാണാൻ ഇങ്ങനെ ഇതുപോലെ. അപ്പം നിങ്ങളെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ ഇന്നങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.